അപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ അശ്വിനും ശ്രുതിയും കൂടി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് പലരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പുതിയ വഴിത്തിരിവുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും, ഇതുവരെ മറഞ്ഞിരുന്ന എല്ലാ രഹസ്യങ്ങളും ചുരുളഴിയാൻ പോകുന്ന ദിനങ്ങൾ കൂടിയാണ് ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു മാറ്റങ്ങളാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലോട്ട് പോകണം, സ്വന്തം നാട്ടിലോട്ട് പോകണം എന്ന് തീരുമാനിച്ച് ശ്രുതിയും പ്രീതിയും കൂടി തയ്യാറായിട്ട് എല്ലാം ഒരിക്കലും വെച്ച് അവർ പോവായിരുന്നു. പക്ഷെ അമ്മായിക്ക് അവർ പോകുന്നതിൽ ഒരു താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, അമ്മായി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ ഒരു വീട്ടിൽ നിന്ന് അവിടെ ഇടപഴകി അത്രത്തോളം സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് നമ്മൾ മാറി താമസിക്കുമ്പോൾ അത് അവിടെ ഉള്ള ആ ഒരു വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം സങ്കടം മനസ്സിൽ കാണും. അതുപോലെ തന്നെ അമ്മായിക്കും ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് പെട്ടെന്ന് പ്രീതിയും ശ്രുതിയും കൂടി തൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ ഒരുപാട് സന്തോഷങ്ങളായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അമ്മായി ഒരുപാട് വട്ടം പറഞ്ഞെങ്കിൽ പോലും ശ്രുതിയും പ്രീതിയും അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതി അമ്മായിയുടെ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കാതെ തൻ്റെ നാട്ടിലോട്ട് പോകണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശ്രുതിയുടെ ആ ഒരു കുട്ടികൃഷ്ണൻ എന്നോട് സംസാരിച്ചപ്പോഴും ചെറിയ ചെറിയ സൂചനകൾ ശ്രുതിക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു താല്പര്യമില്ലാതെ ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ നാട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ചെറിയ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അവസാനം ശ്രുതിയുടെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോകണ്ട, ഇവിടെ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി തൻ്റെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത് സഹായിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി അമ്മായിയുടെ കൂടെ തിരിച്ച് അമ്മയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷവും അമ്മായിക്ക് ഭയങ്കര സന്തോഷമായി. അവർ തിരിച്ചു വന്നതിൽ ഭയങ്കര സന്തോഷവും അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുന്ന സമയത്ത് തന്നെ പുതിയൊരു ഭാഗ്യവും കൂടി നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോവാണ്. ഇത്രയും നാള് അമ്മായി തങ്കന് വന്ന് സംസാരിക്കുമ്പോഴോ അങ്ങനെ അധികം അടുപ്പമൊന്നും കാണിക്കാൻ കൂട്ടാക്കില്ല. പക്ഷേ ശ്രുതി തീരുമാനിച്ചത് ഒരു പുതിയൊരു കടയിടണം. ഒരു കടയിട്ടിട്ട് എന്തായാലും അവർക്ക് സ്വീറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് എന്തായാലും അറിയാം. അപ്പോൾ ആ ഒരു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല കച്ചവടവും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ കടയും മെച്ചപ്പെടുത്താം. അങ്ങനെ വലിയൊരു കടയാക്കി മാറ്റി ആ ഒരു പൈസയും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ അമ്മായിക്ക് സാരിയുടെ വർക്കും തുടങ്ങാം. അങ്ങനെ ആ പൈസകൾ വെച്ച് തന്നെ വലിയൊരു കടങ്ങളെല്ലാം വീട്ടി അവർക്ക് സ്വന്തം വീടെല്ലാം തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിൽക്കുവാണ്. പക്ഷെ കട എടുക്കണമെങ്കിൽ പൈസ വേണം. അങ്ങനെ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്താണ് തങ്കൻ ശ്രുതി അത്രത്തോളം സ്വന്തം മോളെ പോലെ കണ്ട തങ്കൻ തന്നെ ശ്രുതിക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഈ പൈസ വെച്ചൊരു ഒരു മുറിയെടുത്ത് നിങ്ങൾ ആ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ വലുതാക്കി വന്നതിന് ശേഷം എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നുള്ള രീതിയിൽ തങ്കം പറയുകയും അങ്ങനെ അവർ ആ പൈസയൊക്കെ കൊണ്ടൊരു കട എടുക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു കട തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ കടയിൽ ആദ്യമായിട്ട് തന്നെ കടയെല്ലാം വൃത്തിയാക്കി എല്ലാം ശുചീകരിച്ച് പുതിയ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് നമ്മുടെ അമ്മായിയും പ്രീതിയും ശ്രുതിയും കൂടി കട തുറന്നിട്ടുണ്ട്. അങ്ങനെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി തീർന്ന് സന്തോഷത്തോടെ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു പൊട്ടിത്തെറികളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലാവണ്യ വന്ന അന്ന് തന്നെ മുത്തശ്ശിയും ലാവണ്യയും തമ്മിൽ ചെറുതായിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കുക, എന്നിട്ട് എനിക്ക് അശ്വിൻ്റെ ജീവിതത്തിലോട്ട് കയറി കൂടണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ലാവണ്യയ്ക്കുള്ളൂ. പക്ഷേ മുത്തശ്ശി അവിടെ ചെറിയ അഗ്നി പരീക്ഷകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഇപ്പോൾ അശ്വിനോട് ഒപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്ത് കാണിച്ച് ഈ വീടിനോട് ഒത്തുപോകാൻ പറ്റുന്ന മരുമകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അശ്വിൻ്റെ നിൻ്റെ കല്യാണം നടത്താം എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് മുത്തശ്ശി ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് മനോരമ ലാവണ്യെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ ലാവണ്യ തന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ആഹാരമൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ തന്നെ ആരതിയും ഒക്കെ ഒഴിഞ്ഞ സമയത്ത് അതിലും ലാവണ്യക്ക് അത്രത്തോളം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ലാവണ്യ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ലാവണ്യക്ക് ഇതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ലാവണ്യയുടെ ആ ഒരു സ്വഭാവം ആ ഒരു പെരുമാറ്റമൊന്നും മുത്തശ്ശിക്കോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അധികം ചെറിയ തർക്കങ്ങളും വഴക്കുകളും അവിടെ സംഭവിക്കുന്നുണ്ട്.
ഇതിന് മുന്നോടിയായിട്ട് തന്നെ പക്ഷേ അശ്വിൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതി അന്ന് എന്നോട് പറഞ്ഞ ആ വാക്കുകളും ശ്രുതി എന്നോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അശ്വിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അത് മാത്രമല്ലാതെ തന്നെ ശ്രുതി തൻ്റെ സ്വന്തം നാട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ശ്രുതി പോയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ ലാവണ്യ ചെറിയ പണികളൊക്കെ അശ്വിൻ്റെ വീട്ടിലെ പറ്റിക്കുകയും ആ ചെറിയ പണികളൊക്കെ ഉണ്ടാക്കുകയും അവസാനം അതിൻ്റെ പേരിൽ അശ്വിൻ ലാവണ്യയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ്. അങ്ങനെ ലാവണ്യയും അശ്വിനും തമ്മിൽ ചെറുതായിട്ട് അവിടെ കൊമ്പൂർക്കുന്നുണ്ട്, ചെറിയ വഴക്കും തർക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇത്രയും നാള് ശ്രുതി അത്രത്തോളം കഷ്ടം, ആ ഒരു ദുർഘടം നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു ശ്രുതി കടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രുതിയുടെ ജീവിതത്തിൽ ചെറിയൊരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഓരോ ജോലി കണ്ടെത്തി അവർ തന്നെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പച്ച പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് സാധിക്കുമോ? അതോ ഇനി ശ്രുതിയുടെ അവിടെ വെച്ച് തന്നെ വീണ്ടും അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടേണ്ട കാര്യങ്ങൾ വരുമോ? അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും, എന്തൊക്കെ വഴക്കുകളായിരിക്കും ഇനി അവർക്ക് തമ്മിൽ സംഭവിക്കാൻ പോകുന്നത്? എപ്പോഴൊക്കെ അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടി കഴിഞ്ഞാലും അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകാറുണ്ട്. ഇനി അവരുടെ കണ്ടുമുട്ടലിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ലാവണ്യ മാക്സിമം അശ്വിൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാനും അശ്വിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലാവണ്യയുടെ ഈ ഒരു സ്വഭാവം അനുസരിച്ച് മുത്തശ്ശി ഉറപ്പായിട്ട് ലാവണ്യ അശ്വിനെ കെട്ടിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ കെട്ടിച്ചു കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അശ്വിൻ ആ വീടിൻ്റെ പടിയിറങ്ങേണ്ട സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ പടിയിറങ്ങുമോ? അതോ ഇനി അശ്വിൻ ലാവണ്യെ തന്നെ കല്യാണം കഴിക്കുമോ? മുത്തശ്ശി തന്നെ അവസാനം അശ്വിനെ ലാവണ്യെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെ പ്രേക്ഷകരെ പോലെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും ഉണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നാളെ കാണുമ്പോൾ ബൈ.